വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. സീറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിക്കുകയാണ്. ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. സർക്കുലർ കത്തിച്ചും ചവറ്റുകൊട്ടയിലിട്ടുമാണ് പ്രതിഷേധം. ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഡാനി, തർക്കം രൂക്ഷമാകുകയാണല്ലോ. ഇങ്ങനെ തുടർന്നാൽ അത് വലിയ പ്രതിസന്ധിക്കിടയാക്കില്ലേ? കുർബാന ഏകീകരണ വിഷയം സിറോ മലബാർ സഭയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ സങ്കീർണതകളിലേക്ക് കടക്കുകയാണ്. ജൂലൈ മാസം, അടുത്ത മാസം 4-ാം തീയതി മുതൽ കർശനമായി നടപ്പാക്കണം. അല്ലാത്ത പക്ഷം അവർക്കെതിരെ ഇത് ചൊല്ലാത്ത, പുതിയ കുർബാന ക്രമത്തിലേക്ക് വരാത്ത വൈദികർക്കെതിരെ കർശനമായ നടപടികളുണ്ടാവും. അവർ സഭയിലുണ്ടാകില്ല എന്നാണ് ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറയുന്നത്. എന്നാൽ ഈ സർക്കുലറിനെതിരെ തന്നെ പ്രതിഷേധം വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് പ്രതിഷേധം നേരത്തെ മുതൽ തന്നെയുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വലിയ വിഭാഗം വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും ഈ സർക്കുലറിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കേണ്ടതാണ്, എന്നാൽ തങ്ങളിത് പള്ളികളിൽ വായിക്കില്ല എന്ന് വലിയൊരു വിഭാഗം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർ ഇതിന്റെ പ്രതിഷേധത്തിലേക്ക് വരികയും ഈ സർക്കുലർ ഇവിടെ അവർ അത് ഇവിടെ കീറി എറിയുകയും എല്ലാം തന്നെ ചെയ്തത്. വിശ്വാസികൾ ഒരു ഭാഗം നമുക്കൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? എന്താണ് ഈ സർക്കുലറിനെതിരെ ഞങ്ങളുടെ നിലപാട്? ഇനി ഉറച്ചു തന്നെ പോവും. ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഈ 500ഓളം വരുന്ന വൈദികരെയും 6 ലക്ഷം ജനങ്ങളെയും ഒരു കടലാസിന്റെ തുമ്പിലൂടെ പുറത്താക്കാനായിട്ട് അവര് അനുശാസിക്കുന്നുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്നില്ല. നമ്മുടെ 30 വർഷത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുർബാന, 60 വർഷത്തോളം ഞങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്ന ഈ കുർബാന ഒരു സുപ്രഭാതത്തിൽ കടലാസ് ഇട്ടുകൊണ്ട് മാറിപ്പോവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും വൈദികരും സമ്മതിക്കത്തില്ല ഒരു കാരണവശാലും. ഈ സഭയിൽ വരുന്ന മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നില്ല. സഭയിൽ വരുന്ന മാറ്റങ്ങള് കാലാന്തരം നമുക്ക് മാറ്റിയെടുക്കാം. ആവശ്യമായ ഇതിൽ വെച്ചിട്ട് അവര് ചർച്ച ചെയ്ത് സമയമെടുത്ത് വേണം ഇത് മാറ്റാനായിട്ട്. ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ ഈ കുർബാന ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരംഗീകരിക്കും? ഒരു രീതിയിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള സർക്കുലറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, താഴത്ത് ഓൾറെഡി കഴിഞ്ഞ സെനിഡൽ വിസിറ്റ് മാർപ്പാപ്പയ്ക്ക് കൊടുത്തപ്പോ താഴത്ത് ഒരു പരാതി എഴുതി കൊടുത്തിരുന്നു എറണാകുളം അങ്കമാലി രൂപതയ്ക്കെതിരെ. അതില് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്രാവശ്യം സെനറ്റിലെ ഈ സർക്കുലറിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സർക്കുലർ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത് സിനഡല്ല, ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ കറുത്ത കരങ്ങളുണ്ട്. എന്തായാലും ഇപ്പൊ ഒരു വലിയ രീതിയിലൊരു വിഭാഗീയതയിലേക്കും കാര്യങ്ങളിലേക്കും പോവുകയാണല്ലോ. ഈ സങ്കീർണതകൾ തുടരുന്നത് തന്നെയാണോ? നമ്മുടെ സുവിശേഷം തന്നെ പറയുന്നത് വേർപിരിഞ്ഞു പോകുന്ന കുഞ്ഞാടൻ തേടി പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ മേലെ ഇരിക്കുന്ന മേലധ്യക്ഷന്മാർക്ക് നമ്മളോട് അങ്ങനെ ഒരു കടപ്പാടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു തന്നെ പോവും. ഇതുപോലെയാണ് പ്രതികരണങ്ങൾ. കാരണം ഈ ഒരു സർക്കുലറിനെ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങളെ, നിലപാടുകളെ വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ എല്ലാവരും തന്നെ ഇങ്ങനെയൊരു വരുന്ന നാളുകൾ കൂടുതൽ കലുഷിതമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഇടവകകളിലും സർക്കുലർ ഇന്ന് വായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് ഇത് കീറി എറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് സർക്കുലർ കത്തിച്ചുകൊണ്ടോ ഉള്ള പ്രതിഷേധങ്ങൾ പല ഇടവകളിലും തന്നെ നടക്കുകയുണ്ടായി. അതേസമയം സർക്കുലർ വായിക്കാത്ത പള്ളികളിൽ തങ്ങൾ അത് പള്ളിക്ക് പുറത്തുനിന്ന് വായിക്കുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളുടെ സംഘം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കുർബാന ഏകീകരണ വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ നാളുകൾക്ക് ശേഷം വീണ്ടും സങ്കീർണതകൾ വർദ്ധിക്കുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിക്കുകയാണ്. സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. സർക്കുലർ കത്തിച്ച് ചവറ്റുകൊട്ടയിലിട്ടായിരുന്നു ഇന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ഡാനി പോൾ.